അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് എവരിവൺ. നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ 10ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെ പഠിച്ച ക്ലാസ്സിൻ്റെ ചെറിയ വ്യത്യാസത്തിലുള്ള പുതിയൊരു പാഠമാണ്. ഇന്നലെ നമ്മൾ സാധ്യതയെക്കുറിച്ചാണ് പറഞ്ഞത് എങ്കിൽ ഇന്ന് കുറവ് സാധ്യതയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു മഴ പെയ്യാം പെയ്യാതിരിക്കാം എങ്ങനെ പറയും എന്ന്. അതിന് മേ ആണ് ഉപയോഗിക്കേണ്ടത്. ഇറ്റ് മേ റെയിൻ, മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഈ അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് മേ ഉപയോഗിക്കേണ്ടി വന്നിരുന്നത്. ഇന്ന് നമ്മൾ മൈറ്റ് ആണ് പരിചയപ്പെടുന്നത്. മൈറ്റ് എന്ന് പറയുമ്പോൾ കുറഞ്ഞ സാധ്യതയേ ഉള്ളൂ, പെയ്തേക്കാം എന്നുള്ള അർത്ഥമാണ് അത് ചേർക്കുമ്പോൾ വരിക. ഉദാഹരണത്തിന് ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റ് കൊടുത്തു, മഴ പെയ്യുക എന്ന് പറയുന്നിടത്തുള്ള സബ്ജക്റ്റ് ഇറ്റാണ്. ഇറ്റ് മൈറ്റ് റെയിൻ, മഴ പെയ്തേക്കാം. ടുഡേ ഈവനിങ് ഇറ്റ് മൈറ്റ് റെയിൻ, ഇന്ന് വൈകുന്നേരം മഴ പെയ്തേക്കാം. ഇതേപോലെ തന്നെ മറ്റു വാചകങ്ങളും നമുക്ക് പറയാം. ഹീ മൈറ്റ് കം, അവൻ വന്നേക്കാം. ഷീ മൈറ്റ് ഗോ, അവൾ പോയേക്കാം. മൈ സിസ്റ്റർ മൈറ്റ് സിങ്, എൻ്റെ സഹോദരി പാടിയേക്കാം. അപ്പം മൈ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരി. നമ്മൾ സബ്ജക്റ്റ് നമുക്ക് വ്യത്യസ്തമായ ഉദാഹരണങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിനൊരു വ്യത്യസ്തമായ ഉദാഹരണങ്ങൾ ബോർഡിൽ കാണിച്ചതാണ്. മൈ സിസ്റ്റർ, എൻ്റെ സഹോദരി. അപ്പോൾ എൻ്റെ എന്ന് എന്ത് വാക്ക് ചേർത്ത് പറയണമെങ്കിലും ആദ്യം മൈ കൊടുത്താൽ മതി. മൈ സിസ്റ്റർ മൈറ്റ് സിങ്. അപ്പോൾ ഇവിടെ മൈ സിസ്റ്റർ ഒന്നാകെയാണ് സബ്ജക്റ്റ്. മൈറ്റ് എന്നുള്ളത് നടുവിൽ കൊടുത്തു, സിങ് എന്നുള്ളതിന് മൂന്നാമത് കൊടുത്തു. അപ്പോൾ മൈ സിസ്റ്റർ മൈറ്റ് സിങ്, എൻ്റെ സഹോദരി പാടിയേക്കാം. അവിടെ മേ എന്നാണെങ്കിൽ എന്താവും? മൈ സിസ്റ്റർ മേ സിങ്, എൻ്റെ സഹോദരി പാടാൻ സാധ്യതയുണ്ട്, പാടാം. ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരിക. പാടാനും പാടാതിരിക്കാനും 50% സാധ്യതയാകുമ്പോഴാണ് മേ ഉപയോഗിക്കേണ്ടത്. കുറഞ്ഞ സാധ്യതയുള്ളൂ, അധികപക്ഷം പാടൂല എന്നാകുമ്പോഴാണ് മൈ സിസ്റ്റർ മൈറ്റ് സിങ്, എൻ്റെ സഹോദരി പാടിയേക്കാം എന്ന് നമ്മൾ പ്രയോഗിക്കേണ്ടത്. യുവർ ബ്രദർ മൈറ്റ് സ്ലീപ്പ് ഹിയർ, നിങ്ങളുടെ സഹോദരൻ ഇവിടെ ഉറങ്ങിയേക്കാം. ഉറങ്ങാനുള്ള സാധ്യത ഇല്ല, വളരെ കുറഞ്ഞൊരു സാധ്യതയുള്ളൂ, അധികപക്ഷവും ഇവിടെ ഉറങ്ങില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്കിങ്ങനെ പറയാം, യുവർ ബ്രദർ മൈറ്റ് സ്ലീപ്പ് ഹിയർ ഓർ ദർ. എന്താ വെച്ചാൽ നമുക്ക് വേണ്ടത് അവിടെ ചേർത്ത് കൊടുക്കുക ലാസ്റ്റ്. അപ്പോൾ ഇവിടെ യുവർ ബ്രദർ, നിങ്ങളുടെ സഹോദരൻ എന്നുള്ളതിന് യുവർ ബ്രദർ. അപ്പോൾ നിങ്ങളുടെ സഹോദരി എന്നുള്ളതിന് യുവർ സിസ്റ്റർ, നിങ്ങളുടെ പിതാവ് എന്നുള്ളതിന് യുവർ ഫാദർ. ഇതൊക്കെ നമ്മളിങ്ങനെ ആഡ് ചെയ്തിട്ട് വ്യത്യസ്തമായ ഉദാഹരണങ്ങൾ ഉണ്ടാക്കണം. നിങ്ങളുടെ കുട്ടി എന്നുള്ളതിന് യുവർ ചൈൽഡ്, നിങ്ങളുടെ മകൻ എന്നുള്ളതിന് യുവർ സൺ, നിങ്ങളുടെ മകൾ എന്നതിന് യുവർ ഡോട്ടർ, നിങ്ങളുടെ മരുമകൾ എന്നതിന് യുവർ ഡോട്ടർ ഇൻ ലോ, നിങ്ങളുടെ മരുമകൻ എന്നതിന് യുവർ സൺ ഇൻ ലോ. ഇങ്ങനെ നിങ്ങളുടെ മരുമകൾ എന്നതിന് യുവർ ഡോട്ടർ ഇൻ ലോ, നിങ്ങളുടെ മരുമകൻ എന്നതിന് യുവർ സൺ ഇൻ ലോ. അപ്പോൾ യുവർ സൺ ഇൻ ലോ മൈറ്റ് കം ഹിയർ, നിങ്ങളുടെ മരുമകൻ ഇവിടെ വന്നേക്കാം. കുറഞ്ഞ സാധ്യതയാവുന്ന സമയത്ത് നമുക്ക് അങ്ങനെ മൈറ്റ് പറയാം. സാധ്യത തുല്യമാവുമ്പോൾ മേ ഉപയോഗിക്കുകയും ചെയ്യാം. ദയർ ചിൽഡ്രൻ മൈറ്റ് പ്ലേ ക്രിക്കറ്റ് ഹിയർ, അവരുടെ കുട്ടികൾ മൈറ്റ് പ്ലേ കളിച്ചേക്കാം ഹിയർ ഇവിടെ. എന്താണോ നമുക്ക് വേണ്ടതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അവർ ടീച്ചർ മൈറ്റ് റിമെമ്പർ ആസ്, അവർ ടീച്ചർ ഞങ്ങളുടെ അധ്യാപിക മൈറ്റ് റിമെമ്പർ അസ്, ഞങ്ങളെ ഓർത്തേക്കാം. അവർ ടീച്ചർ മൈറ്റ് റിമെമ്പർ അസ്. ഓർമ്മിക്കാനുള്ള സാധ്യത കുറവാണ്, ആ സമയത്ത് നമുക്കിങ്ങനെ പറയാം, അവർ ടീച്ചർ മൈറ്റ് റിമെമ്പർ അസ്. ഇവിടെ അവർ ടീച്ചർ എന്നുള്ളതാണ് സബ്ജക്റ്റ്. മൈറ്റ് എന്നുള്ളതിന് നമ്മൾ നടുവിൽ കൊടുത്തു. മൂന്നാമത് നമ്മൾ റിമെമ്പർ എന്ന വർബിനെ കൊടുത്തു. നാലാമത് നമ്മൾ അസ് എന്നുള്ള ഒരു ഒബ്ജക്റ്റിനെ കൊടുക്കുകയും ചെയ്തു. ഞങ്ങൾക്ക്, ഞങ്ങളോട് എന്നാണ് അസ് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ രൂപത്തിലാണ് കുറവ് സാധ്യതയുള്ള വാക്കുകളെ നാം സൂചിപ്പിക്കാൻ വേണ്ടി പ്രയോഗങ്ങൾ നടത്തേണ്ടത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പാഠം. വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും വളരെയധികം ഉദാഹരണങ്ങളിലൂടെ അത് നിങ്ങൾ വശത്താക്കുകയും ചെയ്യണം. കൃത്യമായ പരിശീലനം നേടണം എന്ന് ചുരുക്കം. ഇതാണ് നമ്മുടെ 10ാമത്തെ ക്ലാസ്. ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.